ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ നമ്മുടെ കാട്ടുകിളിക്കൂടിൽ രാവിലെ സുധീഷ് ഭയങ്കര പുറപ്പാടിലാണ് കേട്ടോ. എന്തിനാന്ന് വെച്ചാൽ നിധിക്കുന്ന സെക്കൻഡ് ഇൻ്റർവ്യൂ ആണ്. സുധീഷിനാണ് ഇൻ്റർവ്യൂ എന്ന് തോന്നും, അത്രയും ഒരുക്കാണ്. ഹരീഷിനാണെങ്കിൽ പോകാൻ ലേറ്റ് ആവുന്നുണ്ട്. ഒറ്റ കണ്ണാടിയേ ഉള്ളൂ. രണ്ട് പേര് പരസ്പരം അടിയാണ് കേട്ടോ. ഒടുവിൽ സുഭാഷേട്ടൻ ഇടപെട്ടിട്ടാണ് ആ അടി ഒന്ന് അവിടെ അവസാനിച്ചത്. അപ്പോഴേക്ക് നിധി പുറപ്പെട്ട് വന്നു. അവള് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ടാണ് ഇന്റർവ്യൂവിന് പോകാൻ ഒരുങ്ങുന്നത് കേട്ടോ. പക്ഷെ സുഭാഷേട്ടൻ കൈയോടെ പൊക്കി അവൾക്ക് ഫുഡ് കൊടുത്തു, നിർബന്ധിച്ച് കഴിപ്പിക്കുകയും ചെയ്തു. അവൾ മുഴുവനൊന്നും കഴിച്ചില്ല, എങ്കിലും സുഭാഷേട്ടൻ കൊണ്ടു തന്നതല്ലേ എന്ന് വെച്ച് ഫുഡ് കുറച്ച് കഴിച്ചിട്ട് ബാക്കി പാത്രവും കഴുകി ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് അവർ നേരെ ഓഫീസിലെത്തുകയാണ് കേട്ടോ. സുധീഷാണ് അവളെ ഡ്രോപ്പ് ചെയ്യുന്നത്. അങ്ങനെ അവൾ സുധീഷിനോട് പറയുന്നുണ്ട്, സുധീഷ നീ പോയിക്കോ, ഞാൻ എന്തായാലും വന്നോളാം, പിന്നെ അന്നത്തെ മാതിരി എന്നെ കാത്തിരിക്കൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ അവൻ പറയുന്നുണ്ട്, എന്താ നിധി, അങ്ങനെയൊന്നുമില്ല, ഞാൻ വെയിറ്റ് ചെയ്തോളാം, എനിക്ക് ബുദ്ധിമുട്ടാവുമെന്ന് വെച്ചിട്ടല്ലേ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അതുകൊണ്ടൊന്നുമില്ല, വർക്കുള്ളതല്ലേ, വെറുതെ ഞാൻ കാരണം വർക്ക് പോകണ്ടല്ലോ, എനിക്കിപ്പോൾ തിരിച്ച് ഒറ്റയ്ക്ക് വരാനൊക്കെ അറിയാം. അപ്പോൾ അവൻ പറയുന്നുണ്ട്, അല്ല നിനക്ക് ജോലി കിട്ടിയാൽ പിന്നെ നമുക്ക് അത് മതിയല്ലോ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, എന്താ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവൻ ഉരുണ്ട് കളിച്ചിട്ട് എന്തൊക്കെയോ പറയാം. അപ്പോൾ അവൾ പറയാണ്, അധികം ഉദ്ദേശിക്കേണ്ട, പിന്നെ സങ്കടാകും, എന്നാൽ ശരി ഞാൻ പോവാം. അപ്പോൾ അവൻ പറയുന്നുണ്ട്, അതെ സമയമായിട്ടുണ്ട്, വേഗം അറ്റൻഡ് ചെയ്ത് വാ. അങ്ങനെ അവൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് അകത്തേക്ക് പോവാണ്. പിന്നീട് കാണിക്കുന്നത് കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം സങ്കടപ്പെട്ടിരിക്കുന്ന സുനന്ദേനെയാണ് കേട്ടോ. ഹാളിലാണെങ്കിൽ അവരെല്ലാവരും കൂടെ ഭയങ്കര സംസാരത്തിലാണ്. പക്ഷെ സുനന്ദ അതിലൊന്നുമില്ല. അവളെ മനസ്സ് മുഴുവൻ സുഭാഷേട്ടൻ്റെ കൈകളിലാണ് കേട്ടോ. അങ്ങനെ ഇവർ അവളെ ദുബായിക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നാളെ നമുക്ക് വീട്ടിലേക്ക് പോകാം, ഇന്ന് വീട്ടിലേക്ക് പോകുന്ന നല്ല ദിവസമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അന്നും അവരവിടെ നിൽക്കുകയാണ്. അങ്ങനെ ലളിത ജ്യൂസ് കൊണ്ടുവരുന്നുണ്ട്. അപ്പോഴേക്ക് സുനന്ദ പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ലളിത കുറച്ച് സെൻറ്റി ആവുന്നുണ്ട്. അവൾ പറയുന്നുണ്ട്, പെൺമക്കൾ കയ്യിൽ നിന്ന് പോകുമ്പോഴാണ് സങ്കടം, കല്യാണം കഴിപ്പിക്കുന്നവരെ സന്തോഷം മാത്രമേ ഉള്ളൂ, പക്ഷേ അവരിവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. അത് കേട്ടപ്പോൾ ധനശേഖരൻ കോമഡി ആക്കിയിട്ട് പറയുന്നുണ്ട്, ഇപ്പം തന്നെ ഫുള്ള് കരയല്ലേ, നാളെ പോകുമ്പോൾ ബാക്കി കരയും കുറച്ച് ബാക്കി വെക്കണേ എന്നൊക്കെ പറഞ്ഞ് അവർ ചിരിക്കുകയാണ്. അത് കേട്ടപ്പോൾ ലളിത പറയുന്നുണ്ട്, ആണുങ്ങൾക്ക് ഇതൊക്കെ തമാശയായിരിക്കും, പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ ഇല്ലല്ലോ, കൺമുന്നിൽ കളിച്ചു വളർന്നതല്ലേ, എപ്പോഴും ഒരുമിച്ചുണ്ടാവുന്നതല്ലേ, മനസ്സിനൊരു ഭാരം എന്നൊക്കെ പറഞ്ഞ് ലളിത ഭയങ്കര ഇമോഷണൽ ആവാണ്. പക്ഷേ സുനന്ദ വേറെ ഏതോ ലോകത്താണ് കേട്ടോ. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. അത് കേട്ടപ്പോൾ ഇവർക്ക് പേടിയാവുന്നുണ്ട്, കാരണം അവള് പുറത്തു പോകാൻ ഉദ്ദേശിക്കുന്നത് സുഭാഷിനെ കാണാനാണ്. അപ്പം ലളിത പറയുന്നുണ്ട്, നീ ഇപ്പം എങ്ങോട്ടാ പോകുന്നത്, പോവണ്ട, പുറത്തേക്ക് പോവണ്ട. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാൻ ഭാസ്കര മാമയുടെ വീട്ടിലേക്ക് പോവാണ്, എന്തായാലും ഇനി ഇവിടുന്ന് പോവല്ലേ, ഇനിയിപ്പോൾ അവരെ കാണാൻ പറ്റുമെന്ന് പോലും അറിയില്ല, അപ്പോൾ എനിക്ക് യാത്ര പറയണം. അവൾ ഇത്രയും ഓപ്പണായിട്ട് ഈ കാര്യം പറയുമെന്ന് അവരാരും വിചാരിച്ചില്ല കേട്ടോ. എന്നിട്ട് അവൾ അവനോട് പറയാണ്, അതായത് അവളുടെ ഹസ്ബൻഡിനോട് പറയാണ്, ഞാനൊന്ന് പോയിട്ട് വരാട്ടോ എന്ന്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ആ ഓക്കെ നീ പോയിട്ട് വാ. അങ്ങനെ അവൾ പോകാൻ നിൽക്കുമ്പം ധനശേഖരനും ലളിതയൊക്കെ മാക്സിമം അവളെ പിടിച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പം എന്തിനാ പോകുന്നത്, അതിൻ്റെ ആവശ്യമില്ല മോളെ, അവരും നമ്മളായിട്ട് ബന്ധമൊന്നുമില്ലല്ലോ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അച്ഛനും അമ്മയ്ക്ക് അവരോട് തെറ്റായിരിക്കാം, പക്ഷേ ഞാൻ അവരുടെ കൂടെയാണ് കളിച്ചു വളർന്നത്, അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ള മര്യാദയുണ്ട്, ഞാൻ എന്തായാലും പോയി പറഞ്ഞിട്ട് വരാം. അപ്പം അവളുടെ അമ്മായിച്ചനും അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവൾ പോവാണ്. അവൾ പോയതും ധനശേഖരൻ ലളിതയ്ക്ക് കണ്ണ് കാണിക്കുന്നുണ്ട് കേട്ടോ, കാരണം അവളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കണ്ണ് കാണിക്കൽ. അങ്ങനെ ലളിത അവളുടെ പിറകെ പോകുന്നുണ്ട്. എന്നിട്ട് അവളോട് ചൂടാവുന്നുണ്ട്. എന്നും അവളെ വിലക്കുന്ന മാതിരി വിലക്കാനാണ് ശ്രമിച്ചത്, പക്ഷെ അതവിടെ പാഴായിപ്പോയി. സുനന്ദ നന്നായിട്ട് റിയാക്ട് ചെയ്തു. ലളിതയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യം വന്നിട്ട് അവളോട് നന്നായിട്ട് ചൂടാവുന്നുണ്ട്. നീ എന്ത് വിചാരിച്ചിട്ടാണിത്, നിന്റെ കല്യാണം കഴിഞ്ഞു, ഇനി നീ അങ്ങോട്ട് പോയാൽ എന്തായിരിക്കും ആൾക്കാർ വിചാരിക്കുക, എങ്ങനെയെങ്കിലും നിന്റെ കല്യാണം ഞങ്ങൾ നടത്തി, ഇനിയും നീ ഇങ്ങനെയൊക്കെ നിന്ന് ചെയ്യുന്നത്, ഇതെല്ലാം അവരറിഞ്ഞാലുണ്ടല്ലോ നിന്റെ കല്യാണമേ നടക്കില്ലായിരുന്നു, ഞങ്ങൾ നിന്റെ ജീവിതം ഒരു കരക്കടിപ്പിക്കാൻ നോക്കുമ്പോൾ നീ അതിനൊക്കെ ഊരിപ്പോരാണോ എന്നൊക്കെ പറഞ്ഞ് അവളെ നന്നായിട്ട് ചീത്ത പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവളെ പിടിച്ചു വലിച്ചിട്ട് വാടി ഇങ്ങോട്ട്, അവളുടെ ഒരു പോക്കെന്ന് പറയണം. പക്ഷേ സുനന്ദ കൈ കൊട്ടിയെറിയാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ചൂടാവുന്നുണ്ട്. ഞാൻ പോവും, നിങ്ങൾ എന്നെ പിടിച്ചു വെച്ചിട്ടൊരു കാര്യമില്ല, ഞാൻ പോകും. അത് കേട്ടപ്പോൾ ലളിത പറയുന്നുണ്ട്, നാട്ടുകാർ കണ്ട എന്ത് വിചാരിക്കും പെണ്ണെ, നിന്റെ കല്യാണം കഴിഞ്ഞതല്ലേ, അവർക്ക് അത് മതി ഓരോന്ന് പറഞ്ഞുണ്ടാക്കാൻ. അപ്പോൾ സുനന്ദ പറയുന്നുണ്ട്, നാട്ടുകാർക്ക് നിങ്ങളുടെ ദുഷിച്ച മനസ്സല്ല, അവർക്ക് എന്തായാലും അങ്ങനെയൊന്നും അവർ ചിന്തിക്കില്ല, ഞാൻ എന്തായാലും പോവും, എനിക്ക് സുഭാഷ് ചേട്ടനോട് യാത്ര പറയണം, വെറുതെ നിങ്ങൾ ഇവിടുന്ന് ബഹളം വെച്ച് നാണം കെടാൻ നിൽക്കണ്ട. പിന്നെ ഒരു കാര്യം, നിങ്ങൾ പറഞ്ഞ കല്യാണം വേണ്ടാന്ന് വെച്ചിട്ട് തന്നെയാണ് ഞാൻ മിനിയാന്ന് അങ്ങോട്ട് പോയത്. അന്ന് സുഭാഷ് ചേട്ടൻ കുറച്ച് ധൈര്യം കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ സുഭാഷ് ചേട്ടൻ്റെ ഭാര്യയാവുമായിരുന്നു. പക്ഷേ സുഭാഷ് ചേട്ടൻ എന്നെ തിരിച്ചയച്ചു, അതും എന്നോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട്. അതാ മനുഷ്യൻ്റെ നല്ല മനസ്സ്. ഇനി ആ മനുഷ്യൻ ഈ കല്യാണം കഴിഞ്ഞ് പോകുന്ന എന്നെ എന്ത് ചെയ്യാനാ, നിങ്ങൾക്ക് നാണമില്ലേ, ഇങ്ങനെ ചിന്തിക്കാൻ നിങ്ങൾക്ക് തീരെ നാണമില്ലേ, എന്തായാലും നിങ്ങളുടെ പോലത്തെ സ്വഭാവമല്ല സുഭാഷ് ചേട്ടന്, നിങ്ങൾക്ക് എങ്ങനെ ഇത്തരം വൃത്തികെട്ട രീതിക്ക് ചിന്തിക്കാൻ പറ്റുന്നേ. ശരിയാ, എൻ്റെ കല്യാണം കഴിഞ്ഞു, ആ ബോധ്യം എനിക്കുണ്ട്, നിങ്ങളെക്കാൾ ബോധ്യം എൻ്റെ സുഭാഷ് ചേട്ടനുണ്ട്. സുഭാഷ് ചേട്ടൻ്റെ മനസ്സിൽ നന്മ കാണാൻ നിങ്ങൾക്ക് ഒരിക്കലും കഴിയില്ല. നിങ്ങളുടെ മനസ്സൊരു ഇരുണ്ട കുഴിയാണ്, അവിടെ എപ്പോഴും ഇരുട്ട് മാത്രമേ, വെളിച്ചമില്ല. ഇത്രയും കാലം എൻ്റെ ജീവിതത്തിൽ നിങ്ങൾ കയറി ഇടപെട്ടില്ലേ, ഇനി എൻ്റെ ജീവിതത്തിൽ കയറി നിങ്ങൾ ഇടപെടണ്ട. ഞാൻ എൻ്റെ ഭർത്താവിനോട് വെച്ചിട്ടാണ് പോകുന്നത്. എൻ്റെ ഭർത്താവും ഭർത്താവിൻ്റെ അച്ഛനും സംബന്ധിച്ചൊരു കാര്യമാണ്, അതിലിടപെടാൻ നിങ്ങൾ ആവശ്യമില്ല, അതിൽ നിങ്ങൾ അഭിപ്രായം പറയുകയും വേണ്ട, മനസ്സിലായല്ലോ. അതും പറഞ്ഞിട്ട് സുനന്ദ അവിടുന്ന് ഒറ്റ പോക്ക് പോവാണ് കേട്ടോ. ലളിതയ്ക്കാണെങ്കിൽ തിരിച്ചൊന്നും പറയാൻ പറ്റുന്നില്ല. ആകെ ഒരു ഷോക്കായ ഒരവസ്ഥയിൽ ലളിത അവിടെ സ്തംഭിച്ച് നിൽക്കുകയാണ്.
പിന്നീട് കാണിക്കുന്നത് ടെൻഷനോട് കൂടി ഇരിക്കുന്ന നിധിനെയാണ് കേട്ടോ. കൂടെ കുറച്ച് പേരുണ്ട്, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിരിക്കുകയാണ് റിസൾട്ടിന് വേണ്ടിയിട്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവിടുത്തെ ഒരു ലേഡി വന്നിട്ട് പറയുന്നുണ്ട് ഇൻ്റർവ്യൂ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു, നിധിയും പിന്നെ വേറൊരു ചെക്കൻ്റെ പേരും പറയാണ് കേട്ടോ. നിധിക്ക് അതീവ സന്തോഷമാണ്. അങ്ങനെ അവർ പറയുന്നുണ്ട് മൺഡേ വരണം, ഒരു സെക്ഷനും കൂടെ ഉണ്ടായിരിക്കും, HR സെക്ഷൻ, വേറെ ഒന്നുമില്ല കേട്ടോ, കൺഗ്രാറ്റ്സ് എന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ അവളുടെ കൂടെ സെലക്ട് ആയ ചെക്കൻ പറയുന്നുണ്ട് അവളുടെ അടുത്ത്, അത് ടെൻഷൻ ആവണ്ടോ, നമ്മളോട് ജോലിക്കാര്യങ്ങളും പിന്നെ സാലറി കാര്യങ്ങളൊക്കെ പറയാനായിരിക്കും, ഓൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവർ പിരിയാണ്. അങ്ങനെ അവൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ താൻ സന്തോഷിക്കുന്ന ഈ കാര്യം സുധീഷുമായിട്ട് പങ്കിടണം അവൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അത് അവളുടെ മുഖത്തുനിന്ന് മനസ്സിലാവുന്നുണ്ട്. കാരണം അവൾ അവനെ തിരയാണ്, എവിടെയെന്നുള്ള രീതിക്ക് തിരയാ. സുധീഷാണെങ്കിൽ ഒരു സൈഡിൽ മാറിയിട്ടിട്ടാണ് ഇരിക്കുന്നത്. അവളെ കണ്ടതും അവനും ഹാപ്പി ആവുന്നുണ്ട്, പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട്. നിധിയാണെങ്കിൽ 4 പാടും അവനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവളുടെ മുഖത്ത് കുഞ്ഞു വിഷാദം വരുന്നുണ്ട്. എന്നിട്ട് ആലോചിക്കുന്നുണ്ട് പോയോ. അങ്ങനെ അവൾ അവൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. പക്ഷെ സുധീഷ് ഇതൊന്നും പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ. അവൻ വിചാരിക്കുന്ന എന്താ, അവൾക്ക് തന്നെ ഇവിടെ കാണുമ്പോൾ ദേഷ്യമായിരിക്കും ആദ്യം വരാമെന്നാണെങ്കിലും അവൻ വെയിറ്റ് ചെയ്യാതെ അവനിരിക്കാൻ പറ്റില്ലല്ലോ. പെട്ടെന്ന് അവളുടെ കോള് തൻ്റെ ഫോണിലേക്ക് വന്നപ്പോൾ അവൻ ഷോക്കാവാണ് കേട്ടോ. അപ്പോൾ അവന് ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. അങ്ങനെ കോൾ എടുത്തപ്പോൾ തന്നെ നിധി ഹലോ എന്ന് പറയുമ്പോൾ അവൻ പറയുന്നുണ്ട് നിധി ഇങ്ങോട്ട് നോക്ക്, ഞാൻ ഇവിടെ ഉണ്ട്. അപ്പോൾ അവനെ കണ്ടപ്പോൾ അവൾ ചിരിക്കുകയാണ് കേട്ടോ. പോകുമ്പോൾ പറഞ്ഞ ആ ഒരു ഡയലോഗോ കാര്യങ്ങളോ എല്ലാം അവൾ മറന്നിട്ടുണ്ട്. അവനെ കണ്ടപ്പോൾ അവൾ നല്ല ഹാപ്പി ആവുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് അടുത്തേക്ക് ഓടി വന്നിട്ട് പറയാണ് സുധീഷ്. അപ്പോൾ അവൻ അത് കേട്ടപ്പോൾ പറയുന്നുണ്ട് നല്ല ഹാപ്പിയാണല്ലോ, സെലക്ട് ആയല്ലേ. എന്നിട്ട് ഫേസിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട് അതെ, സെക്കൻഡ് റൗണ്ട് ഞാൻ സെലക്ട് ആയിട്ടുണ്ട്, ഇനി ഒരു റൗണ്ടും കൂടെ ഉണ്ട്. പക്ഷെ അത് കാര്യമായിട്ടൊന്നുമില്ല, HR ജസ്റ്റ് സംസാരിക്കാനായിരിക്കും, സാലറി കയ്യിലും കാര്യങ്ങളൊക്കെ പറയാനായിരിക്കും. 95% എന്തായാലും ഓക്കെ ആയിട്ടുണ്ട്. അങ്ങനെ സുധീഷ് അവൾക്ക് കൈ കൊടുക്കുന്നുണ്ട്. ഒരു മടിയും കൂടാതെ ഒന്നും ആലോചിക്കുക പോലും ചെയ്യാതെ അവളും തിരിച്ച് കൈ കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ സുധീഷ് അവളെ ഹഗ് ചെയ്യാനായിട്ട് വരികയാണ് കേട്ടോ. അത് കണ്ടപ്പോൾ അവൾ ഹേ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് മാറുകയാണ്. എന്നിട്ട് അവളുടെ ഫേസ് ഭയങ്കര ദേഷ്യമാണ്. എന്താ ഈ ചെയ്യുന്നത്? അപ്പം അവൻ പറയുന്നുണ്ട് അല്ല നമ്മൾ ഫ്രണ്ട്സ് അല്ലേ നിധി, നമുക്ക് ഇത്രയും വലിയ സന്തോഷം കഴിയുമ്പോൾ നമ്മളൊന്ന് ഹഗ് ചെയ്യാൻ ശ്രമിക്കില്ലേ, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഈ കൊളീഗ്സ് ആയാലും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയാലും സഹോദരങ്ങളായാലും ഒക്കെ അങ്ങനെ തന്നെയല്ലേ, ഞാൻ അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ, നീ വേറെ തെറ്റായിട്ടൊന്നും എടുക്കണ്ട. അത് കേട്ടപ്പോൾ അവളുടെ മനസ്സ് മെല്ലെ ഒന്ന് അലിയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവൾ ഭയങ്കര സന്തോഷത്തോടു കൂടി അതിലേറെ ചിരിയോട് കൂടി അവൻ്റെ അടുത്തേക്ക് പോയിട്ട് അവനെ ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ. ജസ്റ്റ് ഒരു കുഞ്ഞ് ഹഗ് അവന് കൊടുക്കുകയാണ്. അവൻ തീരെ പ്രതീക്ഷിക്കുന്നില്ല, അവൻ ജസ്റ്റ് ഒന്ന് വെറുതെ ഇട്ട് നോക്കിയതാണ്. പക്ഷേ അത് തിരിച്ച് തനിക്ക് കിട്ടുന്ന അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അത്ര ഹാപ്പി ആയിപ്പോയി അവൻ. അവനും അവളുടെ ഷോൾഡർ തന്നോട് ചേർത്ത് കൂട്ടി പിടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവൻ അതീവ സന്തോഷത്തോടു കൂടി പറയുന്നുണ്ട് ഇതെന്തായാലും നിനക്ക് കിട്ടും നിധി, ഉറപ്പ്, നീ നിൻ്റെ പുതിയ ജീവിതം തുടങ്ങാൻ പോവാണ്, നീ അത്ര ഹാപ്പി ആയിട്ട് ജീവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ വിഷ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവൾ കാറിൽ കയറിയിരിക്കുമ്പം അവൻ ഡോർ അടച്ചിട്ട് തിരിഞ്ഞ് തൻ്റെ സീറ്റിലേക്ക് ഇരിക്കാൻ പോകുന്ന സമയത്ത് ഭയങ്കര ചിരിയിൽ ദൈവത്തോട് നന്ദി പറയാൻ കേട്ടോ. ഈ ഒരു അവസരം തനിക്കായിട്ട് തന്നതിനും അവൾ തന്നെ പരിഗണിച്ചതിനും. അവൻ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു നിധിയാണല്ലോ നിധി. നമുക്ക് നോക്കാം ഇനിയുള്ള അവരുടെ പ്രണയ ദിനങ്ങളൊക്കെ എങ്ങനെയായിരിക്കുമെന്നൊക്കെ. അപ്പം ഓക്കെ ബൈ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോസൊക്കെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ ബൈ, താങ്ക്